ഹലോ, അബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം കഴിഞ്ഞ് നമ്മൾ ഒന്ന് നന്നായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിച്ചിട്ട്. കാരണം ഇനി എന്തെങ്കിലും വീഡിയോസ് ഇടുമെന്നല്ലാതെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഓൺ വോയിസിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഏറ്റെടുത്ത കുറേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെന്നതിനെക്കാട്ടും എൻ്റെ സഹോദരന്മാരെന്നും സഹോദരിമാരെന്നും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുറേ ആൾക്കാരുടെ ഇടയിലായിരുന്നു ഞാൻ ഈ ഒരു മാസം. കാരണം എൻ്റെ ഒരു പേനയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് തന്ന് ഞാൻ ഈ ഒരു മാസം എനിക്ക് തോന്നുന്നു നൈറ്റ് ഞാനൊരു 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ അത്രയധികം പെന്നുണ്ടാക്കി കഴിഞ്ഞു. ഈ കൈ കൊണ്ട് കണ്ടിന്യൂസ് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഞാൻ വിശ്രമം എന്ന് പറയാൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് ശ്വാസം മുട്ടലാണ്. ഇപ്പം ഞാൻ ഇന്ന് വീഡിയോസ് ഞാൻ ഇന്നൊന്നും പേന ഉണ്ടാക്കിയില്ലാണ്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയത്തില്ല, എല്ലാവരും എനിക്ക് 25 പെന്ന് തൊട്ട് 2000 പെന്ന് വരെ ഓർഡർ തന്ന ആൾക്കാരുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം ഇതിനകത്ത് ഈ പെന്ന് ചിലപ്പോൾ ആവശ്യം പോലും ഇല്ലായിരിക്കും. എന്നിട്ടും എന്നോട് വാങ്ങിച്ച് നല്ല രീതിക്ക് എന്നെ ചേർത്ത് നിർത്തി. എനിക്കതിന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് നന്ദിയെന്ന് പറയുന്നതിനെക്കാട്ടിയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെയും എൻ്റെ മകൻ്റെയും പ്രാർത്ഥനയിൽ എല്ലായിടത്തും അവരുണ്ടാകും. ഞാൻ അവർക്ക് വേണ്ടി അവരോട് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാം ഞാൻ ചെയ്യും. ഇതിനിടയ്ക്ക് വിഷമങ്ങളുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരുപാടുണ്ടായി. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ, ഞാനെന്നല്ല ഏത് സ്ത്രീകളിട്ടാലും പബ്ലിക്കിൽ ഇങ്ങനെ നമ്പർ ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ട് ഞാൻ അതിനെല്ലാം ഫേസ് ചെയ്യാൻ വില്ലിങ്ങുമാണ്. എനിക്കതിനകത്ത് യാതൊരുവിധ വിഷമവും ഇല്ല. എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്കതെങ്ങനെ നേരിടണമെന്നും എനിക്കറിയാമായിരുന്നു. ഞാനതിന് നെവർ മൈൻഡ്. ഒരാൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാനത് ബ്ലോക്ക് ചെയ്ത് വിടുകയും ചെയ്തിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് വേറെ നമ്പറുകളിലൊന്ന് കോളുകൾ എനിക്ക് വരുന്നുണ്ട്. നമ്മൾ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള വോയിസ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ പേനയുടെ പണി നിർത്തിക്കോ, എന്നിട്ട് അവർ പറയുന്ന രീതിയിൽ നിന്നാണ് എനിക്കിഷ്ടം പോലെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മെസ്സേജസൊക്കെ എനിക്ക് വന്നു. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കറിയാം ഇങ്ങനെ ഒരു ഇതിടുമ്പോൾ ഇതുപോലെ പലവിധ ജനങ്ങളാണ്. അങ്ങനെ എല്ലാവരും നല്ലവരാകണമെന്നില്ല. ഞാൻ ഇതിൽ നിന്ന് നന്നായിട്ട് എന്നെ സ്നേഹിച്ച, അല്ലെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലാക്കി എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കൂടപ്പിറപ്പുകളെ മാത്രം ഞാൻ ഇതിൽ നിന്ന് എന്നിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുള്ളൂ. എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. പറ്റുന്ന എല്ലാവരും ഞാൻ കോണ്ടാക്ട് ചെയ്യും. എനിക്ക് 25 പേന തന്ന ആളുടെ നമ്പർ പോലും ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുമ്പോഴേക്കും ഒരു ഹലോ എങ്കിലും പറഞ്ഞ് സുഖമാണെന്നെങ്കിലും ഞാൻ ചോദിച്ചിരിക്കും അവരോട്. ഞാൻ അവരെന്നും എൻ്റെ ഇതിൽ നിന്ന് ഞാൻ വിട്ട് കളയത്തില്ല. ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കും. 25 പേനയ്ക്ക് 300 രൂപയാണ് വരുന്നത്. പക്ഷെ ആ 300 രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം 3 കോടിയുടെ വാല്യൂ ഞാൻ കൊടുത്തിട്ടാണ് ആ 300 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം. കാരണം ഞാൻ അത്രയും വേദനിച്ച് നിൽക്കുന്ന ഒരാളാണ്. അത് എത്രത്തോളം അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ. ഞാൻ ആഗ്രഹിച്ചിട്ട് വന്ന സിറ്റുവേഷനല്ല, എൻ്റെ ജീവിത രീതി കൊണ്ട് വന്ന സിറ്റുവേഷനല്ല. അതിന് വേറൊരാൾ അതിന് വേണ്ടി എനിക്ക് പരാതിയോ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്താനും ഞാൻ അതിന് ആളല്ല. ഇത് എൻ്റെ വിധിയാണ്. ആ വിധിയെ ഞാൻ അതിനെ പഴിക്കുന്നുമില്ല. ഞാൻ ആ വിധിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ഇന്നാണെങ്കിൽ എനിക്ക് ഈ സെക്കൻഡ് മാരേജ് എന്നൊരു ഓപ്ഷനുമായിട്ട് ഒത്തിരി പേര് വന്നു. എല്ലാവരും അതിൽ മോശം രീതിയിലല്ല കേട്ടോ സെക്കൻഡ് മാരേജ് എന്നോട് പ്രപ്പോസ് ചെയ്തത്. കുറേ പേര് നല്ല രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. എല്ലാവരും വന്ന് മോശം രീതിയിൽ എന്നോട് അത് പറഞ്ഞെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറയാൻ മാത്രം നമ്മൾ വലിയ ആളൊന്നുമല്ല. നമ്മളെപ്പോഴും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ലേഡി തന്നെയാണ്.
പക്ഷേ എന്നോട് ചിലർ അതിൽ പറയുന്ന രീതിയാണ്, നിങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾക്കറിയാം, എന്നിട്ട് അതാണ് ഞാൻ ഇന്നൊരു സ്റ്റാറ്റസ് എൻ്റെ വാട്സാപ്പിൽ ഇട്ടായിരുന്നു. എൻ്റെ കുറവുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കുറവുണ്ടെന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകത്തില്ല. കാരണം എൻ്റെ ലൈഫ് അവിടെ സ്ട്രക്കായി പോകും. മനസ്സിലായോ? ഞാനപ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പല വീഡിയോസിലും പണ്ട് ഞാൻ നെരുങ്ങി നടക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ കൂട്ടുകാരി ഞാൻ അപ്പോൾ എവിടെ കല്യാണം ഉണ്ടെങ്കിലും അപ്പോൾ ഞാൻ അയൽവക്കത്തൊക്കെ കല്യാണം ഉണ്ടാകുന്ന സമയത്ത് എവിടെ കല്യാണം ഉണ്ടായാലും അവൾ വന്നിട്ട് എന്നോട് ചോദിക്കും, ചേച്ചി നമുക്ക് കല്യാണത്തിൽ പോകണ്ടേ, ഇന്ന ദിവസമാണ് കല്യാണം എന്ന് പറയും. അപ്പം ഞാൻ പറയാം നമുക്ക് പോകാടി എന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങളിങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ച് മേക്കപ്പൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ നെരുങ്ങി നടക്കുവാണ്. എന്നിട്ട് ഞാനിങ്ങനെ അതായത് 2 മുട്ടും ഒരു കൈയും കുത്തിയിട്ട് ഒരു കൈ അവളുടെ കയ്യെ പിടിക്കും. ടിൻറ്റു എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പോകും. അപ്പം ഞാൻ ഇങ്ങനെ നെരുങ്ങി നടക്കും. അപ്പോൾ കാണുന്നവരിങ്ങനെ നോക്കും, അയ്യോ നെരുങ്ങി നടക്കില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നമ്മൾ നല്ല പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഭയങ്കര സ്ലോ മോഷനിലൊക്കെ സിനിമയിലൊക്കെ പോണ പോലെ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ പോണത്. ഇന്നും അത് തന്നെയാണ്. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കാല് വയ്യായികയുണ്ട്, കൊറോണയിൽ ഞാൻ വീൽ ചെയറിലാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റിക്ക് കുത്തിപ്പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. അങ്ങനത്തെ ഒന്നും ഒരു ഇത് എൻ്റെ മനസ്സിലില്ല. എന്നെ ദൈവം ഭൂമിയിലേക്ക് വിട്ടത് ഈ കോലത്തിലാണെങ്കിൽ ഞാൻ ആ കോലത്തിൽ തന്നെ ആ ഭൂമിയിൽ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അത് ഇങ്ങനെ കുറവോടുകൂടി സ്വീകരിക്കും. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എൻ്റെ വയ്യായികേനെ എടുത്ത് കാണിച്ചിട്ടില്ല. അല്ലെന്ന് എനിക്കിത് വയ്യായികയാണ് നീ അവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഫേവറും പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. നോർമലായിട്ടുള്ള ഒരു ലേഡി എങ്ങനെ ജീവിക്കും അതേ രീതിയിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് സെക്കൻഡ് മാരേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും തിരഞ്ഞെടുക്കത്തില്ല. കാരണം എനിക്ക് പ്രയോറിറ്റി എൻ്റെ മകനാണ്. പിന്നെ ഞാൻ ഭൂമിയിൽ സന്തോഷമായാലും സങ്കടമായാലും 10-14 വർഷം ഞാനൊരു നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചു. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് സന്തോഷമില്ല. ആ ജീവിതത്തിൽ എനിക്ക് നല്ല ഓർമ്മകളേ ഉള്ളൂ. അപ്പം ഞാൻ അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പം അത് ആ വഴിക്ക് വിട്ടണം. നമുക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ആ വഴിക്ക് വിടണം. അല്ലാതെ നമ്മുടെ പുറകെ കടിച്ചു കഴിഞ്ഞ് വരാൻ പാടില്ല. അത് ഞാൻ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കത്തില്ലായിരുന്നു. പിന്നെ ഞാനിന്ന് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ ഒരാളെനിക്ക് മെസ്സേജ് അയച്ചതാണ്. ആ മെസ്സേജിൽ പറഞ്ഞിരുന്ന ചില വാചകങ്ങളാണ്, ചുമ്മാതെ അല്ലടി നിന്നെയൊക്കെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത്. ആ വ്യക്തി എന്നോട് ഇങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത്. ഞാൻ ഈ മെസ്സേജ് സ്റ്റാറ്റസ് ഇട്ടത് ഞാൻ ആ ഒരു പുള്ളിക്കാരനെ മെൻഷൻ ചെയ്തിട്ടല്ല. ആ പുള്ളിക്കാരൻ എന്നോട് ഈ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരിട്ടൊരു മെസ്സേജിലെ വാചകങ്ങളാണ് എനിക്ക് ചെറുതായിട്ട് വേദന ഉണ്ടാക്കി. ചുമ്മാതെ അല്ലടി ദൈവം നിന്നെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടിരിക്കുന്നത്. ചുമ്മാ കാലും കൈയില്ലാതെ നിന്നെയൊക്കെ ഇങ്ങനെ വിട്ടത് ചുമ്മാതെ അല്ല. തെണ്ടി ജീവിക്കാനാണ് വിധി. ഞാൻ തെണ്ടിയോ? ഒരു പേന ഉണ്ടാക്കുന്ന ആ പേന സെയിൽ ചെയ്യാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ ഉൾക്കൊണ്ട ഒരുപാട് നല്ല ആൾക്കാർ, അതിൽ കൂടുതലും പിന്നെ ജെൻസ് തന്നെയാണ്. ഗൾഫിൽ നിന്നും എനിക്ക് വേണമെങ്കിൽ 25 പേന മേടിച്ചിട്ട് 500 രൂപ തന്നവരുണ്ട്, 50 പേന മേടിച്ചിട്ട് 1000 രൂപ തന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പം പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് 1000-2000 അയച്ച് നിങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും പെണ്ണ് കൊടുത്തോന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ചെയ്ത ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരുപാട്, അതും ആണുങ്ങൾ തന്നെ, നല്ല ആണുങ്ങൾ, അമ്മയെയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ. പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും ആൾക്കാർ മസ്കറ്റിൽ നിന്നായാലും ദുബായിൽ നിന്നായാലും ഖത്തറിൽ നിന്നായാലും സൗദിയിൽ നിന്നായാലും ഒക്കെ ഒരുപാട് ഇക്കമാർ, ഏട്ടന്മാർ, അനിയന്മാർ, അങ്ങനെ ഒരുപാട്. അതേപോലെ ഒത്തിരി ലേഡീസ് ചേച്ചിമാരായാലും ഒത്തിരി പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ആയാലും ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇനിയും എനിക്ക് സപ്പോർട്ട് മുന്നോട്ട് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ എന്താണോ എയിമാക്കി അത് ഉദ്ദേശിച്ച് പോസ്റ്റ് ഇട്ടത് ആ ലക്ഷ്യത്തിലേക്ക് എന്നെ എത്താൻ എൻ്റെ കൂടെ നിൽക്കാമെന്ന് എനിക്ക് പ്രോമിസ് തന്ന ആൾക്കാരുണ്ട്. അല്ലാതെ വെറുതെ കുറേ പൈസ തരാമെന്നല്ല, എൻ്റെ പേന വിൽക്കാനായിട്ട് എന്നെ കൂടെ നിൽക്കാമെന്ന് എനിക്ക് പ്രോമിസ് തന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ലോങ് വീഡിയോ ആയിപ്പോൾ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് വലുതായി പോവില്ല.
അപ്പം ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ഞാനപ്പം ഇന്ന് ഞാൻ പേന ഉണ്ടാക്കി കണ്ടില്ലേ നിങ്ങൾ ഞാൻ ചുമക്കണത്. അപ്പോൾ അതുകൊണ്ട് പേന ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് പേനയ്ക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ച് അപ്പോൾ അതുകൊണ്ട് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എൻ്റെ പൊന്ന് എൻ്റെ ചങ്കായിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളായിട്ടും സഹോദരങ്ങളായിട്ടും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ എല്ലാ ചങ്സിനും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. നന്ദി പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യാണ്. കാരണം എൻ്റെ പ്രാർത്ഥനയിൽ ഈ ഓണം ഞാൻ ഹാപ്പിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഓണത്തിന്. എൻ്റെ മോന് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, എൻ്റെ മോന് ഞാൻ പുറത്ത് പോയിട്ട് നല്ല ഫുഡ് വാങ്ങിക്കൊടുത്തു. പിന്നെ എൻ്റെ ചെറിയ കടങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഓണത്തിന്. അപ്പം എനിക്ക് ഹാപ്പിനെസ് ഞാൻ വെറുതെ ഒരു ദിവസം വീടിൻ്റെ അകത്ത് കയറി ഇരുന്നപ്പോൾ കിട്ടിയതല്ല. ഞാനൊരാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോൾ എനിക്ക് നിങ്ങൾ തന്നതാണ് ഈ ഹാപ്പിനെസ്. അപ്പം ഞാൻ നിങ്ങളോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു പറ്റ ആൾക്കാർ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു, പറഞ്ഞു, മെസ്സേജസ് അയച്ചു. അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തു. എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കോൾ റെക്കോർഡിലൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ അതിന് മാത്രം മോശം വാക്കുകൾ പറഞ്ഞ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊന്നും ഒരു പരാതിയില്ല. അതങ്ങനെയാണ് സമൂഹം അങ്ങനെയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകവും പ്രായവും പക്വതയൊക്കെ എനിക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിതിൽ നല്ല കാര്യങ്ങൾ എനിക്ക് എത്ര സുഹൃത്തുക്കളെയാണ് കിട്ടിയത്. ചേച്ചിയെന്ന് വിളിച്ച് വരുന്ന എത്ര സുഹൃത്തുക്കൾ കിട്ടി, മോളേന്ന് വിളിച്ച് വരുന്ന എത്ര ഏട്ടന്മാരെ കിട്ടി, നീ ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞ എത്ര അമ്മമാരെ കിട്ടി. അങ്ങനെ എൻ്റെ ഒരു സ്റ്റാറ്റസ് മുമ്പൊരു കൂടി 90 100 അങ്ങനെയൊക്കെ പേര് കാണുന്ന ആ സ്റ്റാറ്റസിൽ നിന്ന് 800 പേരൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ട് വാട്സാപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ. അപ്പോൾ അത്രയധികം ആൾക്കാരെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്, നല്ല ആൾക്കാരാണ്. അപ്പം അത് പിന്നെ എന്താ എനിക്ക് വേറൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടായപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു പെന്ന് വാങ്ങിയ ഒരു റിലേഷൻ മാത്രമുള്ള എൻ്റെ ഒരു ഫ്രണ്ടെന്നോ സുഹൃത്തെന്നോ അല്ല ഏട്ടനെന്നോ അനിയനെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അവരൊക്കെ അതിനകത്ത് ഇടപെട്ട് എനിക്ക് പ്രോമിസ് തന്നു, നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ടാവും, എന്നെ ആവശ്യമുണ്ടെങ്കിൽ നീ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരും. അവർക്കൊക്കെ നല്ല പിടിപാടൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ആ ഉത്തരവാദിത്തപ്പെട്ടവരോട് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് എനിക്ക് വേണ്ട നിയമസഹായങ്ങൾ അവരെനിക്ക് വാങ്ങിത്തന്നു. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ പോസ്റ്റ് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പം അതിനിടയിലുണ്ടായ ചെറിയ വിഷമങ്ങളും ഞാൻ ആ വഴിക്ക് വിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇന്ന് എനിക്ക് വന്ന ആ ഒരു മെസ്സേജിൽ ആ വാചകം ചുമ്മാതെല്ലടി ദൈവം നിന്നെ ഇങ്ങനെ ആക്കിയെന്ന്. എനിക്ക് ആ സഹോദരനോട് പറയാൻ ഇത്രയേ ഉള്ളൂ. ദൈവം എന്നെ ഏത് അവസ്ഥയിലാക്കിയെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ അവസ്ഥേനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്കിനി അതിനകത്ത് ഒരു വിഷമവും ഇല്ല. ആ എൻ്റെ അവസ്ഥയെ ഓർത്ത് എനിക്ക് വിഷമമില്ല. പക്ഷേ എൻ്റെ മകനെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്നൊരു ദിവസം മരിച്ചപ്പോൾ ഞാനൊരു നടുക്കടലിലേക്ക് വീണ് പോയ ആളാണ്. അപ്പം നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനും അതേ അവസ്ഥയിലേക്ക് വരും. അപ്പം അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ചുറ്റിനുമുള്ള ഈ ബാധ്യതകളെയൊക്കെ മാറ്റി അവന് ഫ്രീ ആയിട്ട് നാളെ വളർന്നു വരുമ്പോൾ അവന് നിർത്തണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. നമുക്ക് നന്നായിട്ട് ജീവിച്ച് നല്ല രീതിക്ക് ഈ ഭൂമിയിൽ നിന്ന് ദൈവം വിളിക്കുമ്പോൾ പോകണമെന്ന് മാത്രമേ എനിക്കും ആഗ്രഹമുള്ളൂ. അപ്പം ഞാൻ ഒരു വട്ടം കൂടെ പറയണം, എന്നെ ചേർത്ത് നിർത്തി എൻ്റെ എല്ലാം അതും വിദേശത്തു നിന്ന് ഒത്തിരി ആൾക്കാർ എന്നെ പിന്നെ ഇപ്പം എനിക്ക് ഓർഡർ തന്ന് ഒരുപാട് ഓർഡർ തന്ന് ഇന്നും കൂടി എനിക്ക് 7500 ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരന് 700 പേന പിടിച്ചിട്ട് കൊറിയർ ചാർജ് അടക്കം 7300 ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുപോലെ എന്നോട് 700 1000 2000 25 10 5 പേന വാങ്ങിച്ചവരുണ്ട്. 2 പേന എനിക്ക് 2 പേന മതി മോളെ എന്ന് പറഞ്ഞിട്ട് 2 പേന ഓർഡർ തന്നവരുണ്ട്. ഞാൻ അയച്ചു കൊടുത്തു അവർക്കൊക്കെ. ഇനിയും ഒരുപാട് ഞാൻ ഓഗസ്റ്റ് 15 ഞാൻ കണ്ട ഇങ്ങനെ പോസ്റ്റ് ഉണ്ട്. എനിക്ക് ഓഗസ്റ്റ് 20 വരെ മെസ്സേജസ് ഞാൻ നോക്കിയിട്ടുള്ളൂ. കാരണം നമുക്ക് പേനയും ഉണ്ടാക്കണം, വീട്ടിലെ ജോലി ചെയ്യണം, ഷോപ്പിൽ വരണം. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് മീൻസ് സമയക്കുറവുണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഇവനെയും കൂടെ വെക്കേഷൻ ആയതുകൊണ്ട് ഇവനും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജസൊക്കെ എഴുതണം. അപ്പോൾ ഇന്ന് ഞാൻ ഇവനും കൂടെ അല്ലേടാ മെസ്സേജസൊക്കെ ഞങ്ങൾ എഴുതുമായിരുന്നു. പിന്നെ ചില കോളൊക്കെ പുള്ളിക്കാരൻ അറ്റൻഡ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ റിപ്ലൈ കൊടുക്കും. പിന്നെ മറ്റേ എല്ലാവർക്കും ഇവനെയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ അനിതേനെ നോക്കണേ ഇല്ല കേട്ടോ. ഞങ്ങൾ അഭിനവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പേനയ്ക്ക് ഓർഡർ ആയിരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനോട് എല്ലാവരും പറഞ്ഞ് നന്നായിട്ട് പഠിക്കണം, അമ്മിയെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ എല്ലാവരും. അങ്ങനെ ആദ്യം ചോദിക്കണം ഞാൻ എന്തിനാ പഠിക്കണേന്നല്ല, ഏത് ക്ലാസ്സിലാണ്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ആക്ഷനായിട്ട് ചോദിക്കുന്നത് നീ എന്തിനാടാ പഠിക്കണേന്ന് അവർ ചോദിച്ചെന്ന് പറയേ. അവൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അല്ലേ നന്ദി പറയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. അതിന് റിസൾട്ട് എന്ത് റിസൾട്ട് കൊടുക്കും ഇവർക്കെല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിച്ചിട്ട് അന്നേരം അവൻ പറയുന്നൊരു കാര്യമാണ് അമ്മ, എനിക്ക് നാളെ ഒരു വേദിയിൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് നിർത്തി എല്ലാവരെയും കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്ത് പറയുമെന്നാണ് അവൻ പറയുന്നത്. സപ്പോർട്ട് ചെയ്യണമെന്ന് നിർത്തല്ലേ, എന്നെ ഇനി സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പം ഇനി എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം എനിക്കാണ് ഈ ഒരു മാസം കൂടെ കൊടുക്കാനുള്ള ഓർഡറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ കുടയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലോട്ടറി നമ്മുടെ ഓണം ബമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ മുന്നോട്ടല്ലേ, ഞാൻ നല്ല മുന്നോട്ട് പോകും. ഞങ്ങൾ തോൽക്കില്ല, തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലല്ലേ, നമ്മൾ തോക്കത്തില്ല. ഞങ്ങൾ എനിക്കെന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വിജയം ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു മാസം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞത്. അമ്മ എത്ര മണിക്കാണ് രാത്രി ഉറങ്ങണത്? 2 മണിക്കൊക്കെ 2-3 ആ സമയത്തിലേക്കാണ് ഉറങ്ങാൻ വന്ന് കിടക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഉറങ്ങിപ്പോവും. എന്നിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോവും, ബോധമില്ലാണ്ട് ഉറങ്ങിപ്പോവും. ഇതൊക്കെ വെച്ച് രാവിലെയൊക്കെ എണീറ്റിട്ട് ഞാൻ രാവിലെ എന്താ കഴിക്കും, നീ ആ പാല് അത്രയും പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ ഞാൻ വിളിച്ചുണർത്തണം. അപ്പ കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോവും, കാരണം രാത്രി ഉറങ്ങുന്നില്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഇവൻ ഏറ്റവും രസം ഇവൻ ചോറും കറിയൊക്കെ വെക്കാൻ പഠിച്ചു. കാരണം ഞാൻ പേന ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവനാണിപ്പോൾ ചോറും കറിയൊക്കെ വെച്ച് തരുന്നത്. ഇവൻ പരീക്ഷയ്ക്കൊക്കെ പോയപ്പോൾ എനിക്ക് സങ്കടം വന്നു, കാരണം എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. ഇവൻ തനിയെ ചോറൊക്കെ വെച്ച് ഇവൻ തനിയാണ് ഈ പരീക്ഷ എഴുതാൻ പോയത് അല്ലേടാ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പം ഞാൻ ഒരു വട്ടം കൂടെ എല്ലാവരോടും നന്ദി പറയുന്ന എല്ലാവരും ഇവിടെ എൻ്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാകും എല്ലാവർക്കും. അപ്പം പേരെടുത്ത് പറയാം, എത്ര പേരുടെ പേര് പറയുന്നത് എനിക്കറിയത്തില്ല, അത്രയധികം ആൾക്കാരുണ്ട്. അപ്പം ഇതെൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചോണം എന്നെയാണെന്ന് വിചാരിക്കണം, കാരണം അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാം ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വെക്കണം. ഓക്കെ, ബൈ.